ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും, എന്നാലോ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് കേക്കാണിത്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഫില്ലിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1.5 കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര വലിയ കേക്കാണോ റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ തേങ്ങയുടെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലുതായതുകൊണ്ട് ഒരു 1.5 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു തേങ്ങ ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതാ ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3-4 ഏലക്ക കൂടിയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ കളർ ചേഞ്ച് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ നമ്മളിങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു കളറായാൽ മതി, ഓവറായിട്ട് അങ്ങോട്ട് കരിച്ച് കളയരുത്. ഈ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ദാ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതാ അടുത്തത് നമുക്കൊരു 4 മുട്ട ആവശ്യമുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കേക്ക് നമ്മൾ എത്ര വലുപ്പത്തിലുള്ളതാണോ റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ടൻ്റെ എണ്ണം കൂട്ടണം കേട്ടോ. അപ്പം ഇതൊരു 4 എണ്ണം റെഡിയാണ്. എന്നിട്ട് ഇതാ ഒരു വിസ്ക് വെച്ചെടുത്ത് നന്നായിട്ട് തന്നെ ആ ഒരു പഞ്ചസാര മെൽറ്റാവുന്ന രീതിയിൽ മെൽറ്റാവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാര മൊത്തമായിട്ട് ആ പാലിലൊന്നിങ്ങനെ അലിഞ്ഞ് വരണം. ആ ഒരു രീതിക്ക് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇത് മൊത്തത്തിലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 1.5 പേക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ പാനാണെങ്കിൽ ഒരു പേക്കൊക്കെ ധാരാളമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാന് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് ആ ഒരു ബ്രൗൺ കളർ പോകുന്ന രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആ ഒരു സെയിം പാനിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ നെയ്യ് നേരത്തെ ഒഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കുന്നില്ല. വേറൊരു പാനിലാണ് നിങ്ങൾ റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നെയ്യ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡ് ഇതാ ഈ ഒരു മുട്ടൻ്റെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് നേരെ പാനിലോട്ട് വെച്ച് കൊടുക്കുക. പാനിലേക്ക് വെക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഇതിൻ്റെ സൈഡ്സ് ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു രീതിക്ക് സൈഡൊന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിക്ക് വേണം നമ്മളൊന്നിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയുള്ളതും കൂടെ മൊത്തത്തിലൊന്ന് നമുക്കിതിൽ കവർ ചെയ്തെടുക്കാം. പിന്നെ ഇതിലിങ്ങനെ മുക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയം ഇതിങ്ങനെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എവിടെയാണോ അതിൻ്റെ ബാക്കി ഹോളായിട്ടൊക്കെ കാണുന്നത് അവിടെയൊക്കെ നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്നിങ്ങനെ ഈ ഒരു ഡിപ്പിൽ ഈ ഒരു മുട്ടൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളവിടെയൊക്കെ കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കി ബ്രെഡ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാനിങ്ങനെ സൈഡ്സ് ഒന്ന് പൊക്കി വെക്കുന്ന രീതിയിൽ
ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്പേസുള്ള സ്ഥലത്തൊക്കെ ഞാനിതാ ബ്രെഡ് ഇങ്ങനെ മുറിച്ചിട്ട് ആ ഒരു മുട്ടൻ്റെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഒന്ന് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാനൊന്ന് കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് നമ്മളിതാ കൈ വെച്ചിട്ടൊന്ന് സൈഡൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിക്ക് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിതാ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ, എല്ലാ സൈഡ്സിലേക്കും എത്തുന്ന രീതിയിൽ മൊത്തത്തിൽ ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ചൊന്നിങ്ങനെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഒരേ കനത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സെയിം പ്രോസസ്സ് ഉണ്ടല്ലോ, ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ സൈഡ്സ് നേരത്തെ പൊക്കി വെച്ച് എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയം അതിങ്ങനെ പാൻ്റെ എന്താ പറയുക ഉള്ളിലോട്ട് ഇങ്ങനെ വീണ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടെ വെച്ച് കവർ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു സെക്കൻഡ് ലെയർ ബ്രെഡ് വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടും അത് എന്താ പറയുക ഫില്ലായിട്ട് നിന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു ലെയർ ഇങ്ങനെ പൊക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ബ്രെഡ് വെച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് സൈഡ് അത് ഒന്നായിട്ടൊന്ന് അമർത്തി കളയരുത്, ചെറുതായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുട്ടൻ്റെ ബാക്കി മിക്സ് ഉള്ളത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചട്ടുകം എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. അതിൻ്റെ സൈഡ്സൊക്കെ ഒന്നിങ്ങനെ രണ്ട് ബ്രെഡും നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒന്നിങ്ങനെ യോജിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്നിങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിങ്ങനെ അതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് പോയിട്ട് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ തിരിച്ചിടുന്ന സമയത്തൊക്കെ അങ്ങനെ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിക്ക് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഞാനിതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു പഴയ പാന് ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു പഴയ പാനിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തുള്ള പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു പാൻ ഇങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5-6 മിനിറ്റ് അത്രയും മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സൊക്കെ അതിൽ തന്നെ വിട്ട് വന്നു കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ആയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡും കൂടെ, അതായത് മുകൾ ഭാഗം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ആ ഒരു ക്ലിപ്പ് ഇതിന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ഒരു മുകൾ ഭാഗം വേവിച്ചെടുക്കുന്ന ആ ഒരു ക്ലിപ്പ് ഇതിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സൈഡും ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ സെർവ് ചെയ്യാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പാനിൽ നിന്ന് മാറ്റുന്ന സമയം ഇതിൽ നന്നായിട്ട് തന്നെ ചൂട് തണിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. ആ ചൂടോട് കൂടിയിട്ട് പാനിൽ നിന്ന് മാറ്റരുത്. ഞാനത് തിരിച്ചിട്ട സമയത്ത് ബ്രെഡ് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളകിപ്പോയതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് ഒരു ഹോള് കാണുന്നത്. ഒരു സൈഡിലേക്ക് മറിച്ചിട്ട സമയത്ത് ബ്രെഡ് ഒന്നിങ്ങനെ നീങ്ങിപ്പോയി. പക്ഷേ എന്താണ്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മളിതാ ലാസ്റ്റ് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഒരു മുട്ടയും പാലും ഒക്കെ ഉള്ള ആ ഒരു മിക്സാണല്ലോ നമ്മൾ ബ്രെഡിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ളിൽ നന്നായിട്ട് വറുത്ത് വന്നിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ മിക്സും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാം. അപ്പം വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.